റോണിക്ക് ബേബി ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മൊത്തം കേൾക്കുമ്പോൾ ഈ അടരുകൾക്കിടയിലൂടെ പ്രകാശം ഇങ്ങനെ വീശുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ കണ്ണ് പൊളിച്ചിട്ട് കാര്യമില്ല. വസ്തുക്കളെ വസ്തുവായി കാണണം. ഇവിടെ നടന്ന ഒരു ക്രൈമാണ് ഒന്ന്. ഇതിനെ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൽ കൊണ്ടുപോയാൽ ഇതിലെ വസ്തുതകൾ പൊളിഞ്ഞു വീഴും. ശബരിമലയോട് നാം കാണിക്കുന്ന കൃത്യമായി വേണ്ട പ്രതിബദ്ധത ഇല്ലാതാകും. ജനാധിപത്യ മര്യാദയിൽ കോടതി മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തെ കാതോർക്കാതെ പുറത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഷേധങ്ങൾ കാണിച്ച് രാഷ്ട്രീയ ഗിമ്മിക്കുകൾക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ നേട്ടം കൊയ്യുക അപകടകരമായ കോണുകളാകും. അപ്പോൾ എന്താണ് ഇതിലെ വസ്തുത? ഇവിടെ നടന്നിട്ടുള്ളതൊരു ക്രൈമാണ്. അതൊരു കക്ഷി രാഷ്ട്രീയമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തവരുണ്ട്, ചോദ്യം ചെയ്യുന്നവരുണ്ട്, മൊഴിയെടുക്കുന്നവരുണ്ട്, വിവരങ്ങൾ ആരായുന്നവരുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലൂടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ അടൂർ പ്രകാശിൻ്റെ വിഷയവും അതുതന്നെയാണ്. അപ്പോൾ അതിനെ ഒരു ക്രൈമാണ്. ആ ക്രൈം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ തെളിയട്ടെ, പൂർണ്ണമാകട്ടെ എന്ന് കാത്തിരിക്കുകയല്ലേ ജനാധിപത്യപരമായ മര്യാദ? അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഒരു മീൻ പിടിച്ചു കളയാം എന്ന രീതിയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതി അത് ഗുണപരമാണോ? അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. SITയുടെ ഓഫീസിലേക്ക്, ചോദ്യം ചെയ്യാൻ ഇരിക്കുന്ന ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. പുറത്ത് SIT കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കും, അല്ലെങ്കിൽ അത് നല്ലതായിട്ടാണ് പോകുന്നതെന്ന് തൃപ്തി രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ടെന്താണ്? കോടതിക്ക് പുറത്തു നിന്ന് നേതാക്കന്മാരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. അവർ അപകീർത്തിക്ക് കേസ് കൊടുക്കുമ്പോൾ ആ കേസിൽ വസ്തുതകളൊന്നുമില്ല എന്ന് ശങ്കരാടി മാതൃകയിൽ കൈരേഖ കാട്ടുന്ന രീതികൾ നാം കാണുന്നു. അപ്പോൾ ഇതൊക്കെയല്ലേ അനാരോഗ്യപരമായ ഒരു രീതികളെന്ന് പറയുന്നത്, റോണിക്ക് ബേബി? അതിനെന്തിനാണ് ആ അർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയാത്തത്? ഇതിൽ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം കാണുന്നത് ഉചിതമാണോ, ഭൂഷണമാണോ? ഇവിടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് CPMന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് N. വാസു, A. പത്മകുമാർ, അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദേവസ്വം മന്ത്രി റെസ്പോൺസിബിൾ അല്ല, അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അതിനു മുമ്പ് 2014 മുമ്പ് അല്ലെ 2016 മുമ്പ് അന്ന് UDFന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഇവിടെ പേരെടുത്ത് തന്നെ പറയുണ്ടായി, G. രാമൻ നായരുടെ പേരുൾപ്പെടെ പറയുണ്ടായി. അന്ന് ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ അന്നുണ്ടായിരുന്ന മന്ത്രിമാര്, അത് അടൂർ പ്രകാശ് ആയിക്കോട്ടെ, അടൂർ പ്രകാശിന്റെ പേര് അദ്ദേഹം പറഞ്ഞു, മറ്റൊരു മന്ത്രി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ അതിനകത്ത് അവർക്കൊക്കെ അതിനകത്ത് ബന്ധമുണ്ട്. ഇടതുപക്ഷത്തിന്റെ കാലത്ത് അതിനകത്ത് ഒരു ബന്ധമില്ല. പക്ഷേ അദ്ദേഹം ആ രീതിയിൽ, കാരണം രണ്ട് സ്റ്റാൻഡിലാണ് അദ്ദേഹം ജയേന്ദ്ര മാഷ് പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, ശരി. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും സങ്കീർണമായി പോകുന്നത്, വഷളായി പോകുന്നത്? നമ്മളെല്ലാം ഒരുപാട് ചർച്ചകളില് ജിൻഷാദ് ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട സമ്പത്ത് സാർ ഉൾപ്പെടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം. അത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നിയമമണ്ഡലങ്ങളിലും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പദപ്രയോഗമാണ്. അങ്ങനെ കോടതി പറഞ്ഞിട്ടുമുണ്ട് ചില കേസുകളിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇവിടെ റിമാൻഡിൽ കഴിയുന്നത് CPMന്റെ 2 മുതിർന്ന നേതാക്കളാണ്. അവർ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. അവർക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ സീല് വെച്ച കവറിന്റെ കാര്യവും ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിന്റെ കാര്യവും കോടതിക്കകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇവരുടെ ജാമ്യ ഹർജി പോലും അനുവദിക്കാതെ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രായമായി, അല്ലെ വാർദ്ധക്യം ഇതാണ്, അല്ലെ ഞങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണ്, ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുണ്ട്, എന്നിട്ട് പോലും കോടതി ഇവർക്ക് ജാമ്യം കൊടുക്കാതെ ഇവരെ വീണ്ടും റിമാൻഡിൽ ഇടുവാനായിട്ട് കോടതിക്ക് പ്രേരണയായതിന് കാരണം ഇതാ. ഇവർക്കെതിരെ ഈ പറയുന്ന N. വാസുവിനെതിരെയും A. പത്മകുമാറിനെതിരെയും ശക്തമായ തെളിവുകളുണ്ട്. അവര് കൾപ്രിറ്റ്സ് ആണ്. കാരണം കുറ്റവാളിയാണോ ഇല്ലെന്നത് അവസാനം തീരുമാനിക്കണം. പക്ഷെ അവർക്കെതിരെ ഉയരുന്ന ആരോപണം ശക്തമാണ്, ഇതിൻ്റെ അകത്ത് വസ്തുതയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണ്? എന്തിന്റെ പേരിലാണ് CPM അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവർക്കെതിരെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഉറച്ച നടപടി എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കാതെ ഉള്ള പാർട്ടി നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും ആരോപണങ്ങൾ ഉയരില്ലായിരുന്നു. അവരെ CPM സംരക്ഷിക്കും തോറും, അതാണ് ഇവിടെ ചെയ്യുന്ന വളരെ പ്രശ്നത്തോടെ. എന്താ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ ഒരു യുക്തിക്കും നിരക്കാത്ത കാര്യത്തിൽ ഉള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. അവര് കുറ്റവാളികളാണെന്ന് അറിയട്ടെ,
പിന്നെ അവർക്കെതിരെ ആരോപണം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഞങ്ങളുടെ ഒരു MLA പോലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ സംഭവം നമുക്കറിയാം. ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു. പക്ഷെ ഇവിടെ CPM ആരോപണം ഉയർന്നപ്പോഴല്ല അതൊക്കെ ഓഡിയോ പുറത്തെത്തിയതിനു ശേഷമാണ്. ഓഡിയോ പുറത്തെത്തിയതിന് ശേഷമാണ് പുറത്താക്കാൻ നിർബന്ധിതമായത്. ആരോപണവും ഓഡിയോ പുറത്തെത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയൂ. ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റുകയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ആദ്യത്തെ എപ്പോഴാണ് മാത്രമല്ല ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിട്ടില്ല. കാരണം പുറത്താക്കിയെന്ന് ഓറലിലേ ഉള്ളൂ. അതിൽ KPCC അനുവദിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശത്തിലുള്ള ഒരു ടൈപ്പിംഗ് മെറ്റീരിയൽ ആ വിഷയത്തിലില്ല. അതൊക്കെ അവിടെ പറഞ്ഞു. ഇനി നിങ്ങൾ പറയുന്ന റിട്ടേൺ മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ, തെളിവുണ്ടോ ഇല്ലയോ, അതൊക്കെ ഞങ്ങൾ ഭാഗമല്ല. പാർട്ടിയിൽ നിന്നും ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ട് CPM-ന് ഇങ്ങനെ ഒരു നിലപാട് എടുക്കുവാനായിട്ട് ഈ വിഷയത്തിൽ അതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാസ്റ്റർ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ അത് വിവരിച്ചതാണ്. അതിലേക്ക് നമുക്ക് പോകാനുള്ള ഉത്തരം പറയേണ്ടത് CPM നേതാവാണ് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജയചന്ദ്രൻ സാർ M. ജയചന്ദ്രനെ കുറിച്ച് താങ്കൾ ചോദിച്ചൊരു കാര്യം, ശ്രീ M. ജയചന്ദ്രൻ റോണി കെ ബേബി യുക്തിഭദ്രമായ ഒരു ചോദ്യം ചോദിച്ചു. VS ശിവകുമാറിന്റെയും അടൂർ പ്രകാശിന്റെയും കാലത്ത് നടക്കുന്ന വിഷയങ്ങളിൽ അവർ ബന്ധിതരാണ്, അവർ അതേ സംബന്ധിച്ച് ബാധിതരാണ്. മറ്റുള്ള കാലങ്ങളിൽ അതിലെ ദേവസ്വം മന്ത്രി ബാധിതരല്ല എന്ന് താങ്കൾ പറയുന്നു. അതിൽ ഒരു ഇരട്ട സ്റ്റാൻഡ് ഇല്ലേ എന്ന് റോണി കെ ബേബി ചോദിച്ചു. ഉത്തരവുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്റെ വായിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ, നിഷേധിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞത് അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ അക്കാലത്ത് ദേവസ്വം മന്ത്രി ആയിരുന്ന ശിവകുമാറിന്റെ കാര്യത്തിൽ എന്താണ് സാധ്യതയുള്ളത്, അന്വേഷിക്കാനുള്ള സാധ്യതയുള്ളത്, അതിന്റെ സാഹചര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാലത്തെ ഞാൻ പറഞ്ഞെന്താ, ദേവസ്വം ബോർഡിലെ ഒരു കാലത്ത് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഒരു ഫയലിൽ പോലും ഒപ്പിടേണ്ടി വന്നിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ. എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെ അധികാരമില്ലാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ സ്പഷ്ടമായിട്ടാണല്ലോ പറഞ്ഞത്. അക്കാലത്ത് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ പ്രൊഫസർ പിന്നെ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളിലേക്ക് എത്തിയത്. അതാണ് എന്റെ വസ്തുത.